DDP കംസ നിനക്ക് എന്താ പറയാനുള്ള? നീ ആരുടെ കൂടെയാണ്? എനിക്ക് നമുക്ക് ഹംസച്ചിമായമാണ്. ഹംസച്ചിമായവ് പണ്ട് വന്നപ്പോ തന്നെ മറ്റേ 3 weight ചാമ്പ്യനൊക്കെ ആവുന്ന വിചാരിച്ചതാണ്. എന്നിട്ട് കിണ്ടി വെൽട്ടർ വെയിറ്റ് ഫൈറ്റ് ചെയ്യാൻ പറ്റണ്ടായി. ഇനിയിപ്പോ മിഡിൽ വെയിറ്റിൽ ഇത് എങ്ങനെയെങ്കിലും പോകും, എങ്ങനെയെങ്കിലും കിട്ടും. അങ്ങനത്തെ ഒരു മൈൻഡിലായിരിക്കണം. ഞങ്ങൾക്കും ഞങ്ങളുടെ ചാനലിനും എല്ലാ MMA ബേസിന് ഇന്ത്യ എല്ലാത്തിനും നല്ലത് കംസത്ത് ജയിക്കണം തന്നെയാണ്. പക്ഷേ DDP ബൈ സംഹൗ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് നമുക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും DDP ജയിക്കും. അപ്പൊ ആ ഒരു ഫാക്ടർ ആയിരിക്കും മറക്കാൻ പറ്റില്ല. മറ്റേ അൾട്ടിമേറ്റ് ഹിഡൻ വെപ്പണാണ്. മറ്റേ പറയില്ലേ, ഒരു മാസ്റ്റർ പറയില്ല, എന്റെ എല്ലാ വിദ്യ നിന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ എന്റെ ഒരു വിദ്യാർത്ഥിന്റെ ഇതാ ഒരു സംഭവം എന്താ പറഞ്ഞാ, ഐ തോട്ട് യു എവരിത്തിങ് ഐ നോ, അല്ലെങ്കിൽ ഐ തോട്ട് യു എവരിത്തിങ് യു നോ ബട്ട് നോട്ട് എവരിത്തിങ് ഐ നോ എന്ന് പറഞ്ഞൊരു ചൊല്ലുണ്ട്. അതേപോലെ തന്നെ DDP എങ്ങനെയെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കും. പക്ഷെ ഐ വിൽ സ്റ്റിൽ ഗോ വിത്ത് കംസത്ത്. നീ ആരുടെ കൂടെ പോണ? ഞാൻ ഹംസച്ചിമായോ. എനിക്ക് മെയിനായിട്ട് ആ ഫൈറ്റ് വീക്കിന്റെ പ്രസ് കോൺഫറൻസ് ഒക്കെ കാണണം. കാരണം DDPനെ പോലത്തെ ട്രാഷ് ടോക്ക് ഹംസത്തിന്റെ അടുത്ത് വരുമ്പോ അതെങ്ങനെ ഇമ്പാക്ട് ചെയ്ത് നമുക്ക് കാണണം. കാരണം വന്നവരെല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കി. DDP ഷോൺ സ്ട്രിക്ലിനെ കഴിയിപ്പിച്ച്, അത് കഴിഞ്ഞ് DDP അടസാനിനെ കഴിയിപ്പിച്ച്, ഇനിയിപ്പോ ഹംസത്തിനെ കരയിപ്പിക്കുമോ? ഹംസത്തിന് കോച്ചിങ് ഇട്ടോടാ. DDPക്ക് കയറാൻ പോണ 2 കാര്യങ്ങളാണ്. ഒന്ന് കഥയോനെ കാണുമ്പോ സ്നഗ്ഗിൽ മൂത്രമൊഴിക്കണതും, പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണ്, കോവിഡ് വന്നപ്പോ ചുമയുള്ളതും, പിന്നെ അതിനായിട്ടല്ല 3 കാര്യം ഉണ്ട് കേട്ടാ. 3 ചെച്ചിനിയൻ വാറും ചിച്ചിനിയൻ വാർ. ആ ലിപ്പ് ചെച്ചിനിയൻ വാറായിട്ട് കമ്പൈൻ ചെയ്യാല്ല. അപ്പൊ ഇത് 3 പറയാനുള്ളൂ. ഇത് 3 പുള്ളി പറയുന്നുള്ള ഉറപ്പാണ്. പക്ഷെ കംസത്തിന്റെ അവിടെ നിന്നുള്ള തിരിച്ചുപോയ എന്തുകൊണ്ടായിരിക്കും. ചിലപ്പോ കംസത്ത് വിറ്റേക്കറിന്റെ പോലത്തെ സ്റ്റോയിക് വീക്ക് ആണെങ്കിൽ അതൊന്ന് പേടിയാവും. കാരണം ആ മറ്റേ പാവത്തിനെയൊക്കെ പോലെ വന്നിട്ട് മറ്റേ വിനായകൻ മറ്റേ പടത്തിനകത്ത് ദുൽഖർ ദേഷ്യമനെ പടമുണ്ട്, കച്ചവടം പഠിപ്പിക്കണ പെട്ടെന്ന് കടുക്കാലിപ്പായ പോലെ പോയി. അപ്പൊ അതേപോലെ ഫൈറ്റ് തുടങ്ങിയപ്പോ അതേപോലെ അവിടെ ചെക്ക സ്റ്റോയിക്കാണാ വന്നത്, അല്ലെങ്കിൽ kill everybody, fight everybody മൂടാണോ വന്നതെന്ന് കണ്ടറിയാം. എന്തായാലും DDP എന്തായാലും എന്തെങ്കിലും പറയും. കാരണം വെറുതെ ഒന്നും പറയാണ്ടിരിക്കില്ല. കാരണം ബാക്ക് ആൻഡ് ഫോർത്ത് നല്ലോണം ഉള്ളതാണ് എക്സിലൊക്കെ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയും. തിരിച്ച് ഹംസത്ത് ബൈറ്റ് ചെയ്യാണ്ടിരിക്കുമെന്നാണ് ഡൗട്ട്. ഇത് ഈ എല്ലാരും പറയണ സീനില്ലേ, ഇപ്പൊ മെയിൻ ആയിട്ടുള്ള ഡൗട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏർലി പ്രഷർ. ഹംസത്തിന് ഏർലി പ്രഷർ DDP വിത്ത് സ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ഹാഫ് ഓഫ് ദ ഫൈറ്റ് എങ്ങനെ പോണ്, അല്ലാണ്ട് ഗ്രൗണ്ടിൽ പോകുന്ന കാര്യത്തിന് സംശയമൊന്നും ഇല്ലായിരിക്കും. ഫൈറ്റ് ഫസ്റ്റ് 2 റൗണ്ട് ഗ്രൗണ്ടിലായിരിക്കും. അത് ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചേക്കണാണ്, സ്ക്രിപ്റ്റ് ആണ്, അതെല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞിട്ട് സർവൈവ് ചെയ്യുമെന്ന് എങ്ങനെ അറിയണ്ട, അതാണ് നമ്മൾ കണ്ടത്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഒരു 2 റൗണ്ടിൽ സബ്മിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സബ്മിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ റൗണ്ട് അത് ഞാൻ പറയാം. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാം. പിന്നെ DDPക്ക് നല്ല ചാൻസ് ആണ് കേട്ടോ, നല്ല ഭയങ്കര ചാൻസ് ഉണ്ട്. അത് നമ്മൾ പറയുന്നതായിരിക്കും. പിന്നെ വേറൊരു പോയിന്റ് പറയാൻ വന്നായിരുന്നു. ഇപ്പൊ ഒരു പ്രസ് കോൺഫറൻസ് കാണാൻ ടൂറിസ്റ്റ് സെലക്ട് ചെയ്യാൻ പറഞ്ഞ ഒരു ഓപ്ഷൻ കൊടുത്തു തന്നെ എനിക്ക് 90% ആൾക്കാർ ഈ പ്രസ് കോൺഫറൻസ് സെലക്ട് ചെയ്യുള്ളൂ. പക്ഷേ ഇത് സാധനം വേണം, ഹംസത്തിന്റെ ആ പഴയ പ്രസോണ ഉണ്ടെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാരും. ലൈവ് പോണ്ടേ, അത് ലൈവ് പോണ്ടേ എന്തായാലും. അത് ആ ബുക്ക് ഒന്ന് ചെയ്യട്ടെ, വേഗം ഒന്ന് ബുക്ക് ചെയ്താൽ മതിയായിരുന്നു. അത് നടക്കും. ഇത് ഇസ്ലാം പിണങ്ങിയിരിക്കണ പോലത്തെ മൂടൊന്നുമല്ല. ഇത് എന്തായാലും നടക്കും. ഓൾമോസ്റ്റ് 100% നടക്കും, ഉറപ്പായിട്ടും പേടിക്കേണ്ടത്. ഇതെന്തായാലും നടക്കേണ്ട ഫൈറ്റ് ആണ്. പിന്നെ കുറെ പ്രാവശ്യം ഡാന കൺഫർമേഷനും പറഞ്ഞതാണ്. അപ്പൊ എന്തായാലും എടാ ഈ ഫൈറ്റ് 2 പേർക്കും താല്പര്യം ഇല്ലെങ്കിൽ ഡാന പുഷ് ചെയ്യാൻ പോണ ഫൈറ്റ് ആണ്. അതാണ് ഇപ്പൊ 2 പേർക്കും താല്പര്യം ഉണ്ടായിട്ട്, ഫാൻസിനും താല്പര്യം, എനിക്കും നിനക്കും താല്പര്യം. ഫൈറ്റ് ചെയ്യാണ്ട് തന്നെ ഷാരയുടെ DDP കഴിഞ്ഞ ആഴ്ച അറിയിച്ചല്ല. ആണെങ്കിൽ ഷാര രാജാവാണെന്ന് പറഞ്ഞല്ലേ. അതൊന്നുമല്ല, ഷാര പറഞ്ഞേ എനിക്ക് DDP എങ്ങനെയെങ്കിലും തോറ്റാ മതി. പോയി DDPയുടെ റിപ്ലൈ ഇല്ല, ഇങ്ങനെയൊക്കെ പോയി കൊഞ്ഞിനൊക്കെ പണ്ട് പിള്ളേര് കാണിക്കൂല, ആ ഒരു കൂടായി പോയി. ആടാ നിനക്ക് കരച്ചിന് വരണല്ലേ ഇതൊക്കെ പറഞ്ഞോടത്. കാരണം DDPക്ക് അതിന് 5 പ്രാവശ്യം പറ്റിയതിരെ 5 പ്രാവശ്യം ഷാരയുടെ പൈസ പോയി. കാരണം ഷാരക്കറിയ DDPനെ പോലത്തെ ഫൈറ്റർ ഒരിക്കലും തോന്നിക്കാൻ പറ്റുന്നത്. പക്ഷെ എന്താണ് പിന്നെ കംസത്ത് എടുത്തിട്ട് അപ്പുറത്തെ റിങ്ങിലോട്ട് നമ്മുടെ അങ്ങനെ അറിയാൻ പോണ DDPക്ക് ഷാരക്ക് തീരുമാനിക്കാം എനിക്ക് അപ്പുറത്തെ തൊട്ടി പോണോ ഇപ്പുറത്തെ പറമ്പിൽ പോണോന്ന്. കംസത്ത് അവിടെ നിൽക്കുമ്പോഴാണ് അവരോട് DDPനെ കാര്യം പറയണ. പോലെ
ഷാര പോലെ താരത്ത് ഒരിക്കലും ചാമ്പ്യൻ ആകാൻ പോകുന്നത് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫൈറ്റർ എന്ന നിലയിൽ ഒരു ചാമ്പ്യൻ ആവുന്നുള്ള ഫാക്ട് മനസ്സിലാക്കാൻ തന്നെ ഗ്രൂപ്പിലുള്ള ഒരു ഡിലൂഷണൽ ഡാഗി ഹേറ്റർക്ക് റിപ്ലൈ കൊടുക്കണേണ്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗായ്സ് ഒരു പൊട്ടൻ കുറെ നാളായിട്ട് ചോദിക്കണ ഷൗക്കത്ത് ഫൈറ്റ് ഞാൻ ഷൗക്കത്തിനെ ക്രിട്ടിസൈസ് ചെയ്ത് എന്നൊക്കെ. ഗായ്സ് 2-3 കാര്യം മനസ്സിലാക്കണോട്ടാ. ഷൗക്കത്ത് ഫൈറ്റ് ഗാരി ഫൈറ്റിന് മുമ്പ് എനിക്ക് ഷൗക്കത്ത് ജയിക്കണമെന്നായിരുന്നു ആഗ്രഹം. ഗാരിനെ കക്കായോണ്ട് നമുക്ക് പൊളിയായിരുന്നു. പക്ഷെ ആ ഫൈറ്റ് കഴിഞ്ഞപ്പില്ലേ ഗാരി നമ്മളാ ഡിസ്ലൈക്ക് കുറച്ച് കംസത്തെ കുറച്ച് ഹെയ്റ്റ് കൊടുക്കുകയും ചെയ്തു. സംഭവിച്ചില്ലേ ഷൗക്കത്തിന്റെ ഗ്രൗണ്ടില് ഗാരി ഡോമിനേറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് ചോക്കൗട്ട് ചെയ്ത് ഇത്ര വലിയ തൈര് 4 ദിവസം ഒഴിച്ചു വെച്ച തൈര് ഉറ കൊണ്ടുവന്ന ആളുടെ ഉറ ചോർന്ന് പോയി. കംസത്തിന് ഏറ്റവും കൂടുതൽ പ്രോബ്ലം കൊടുക്കാൻ പോണെന്ന് സ്വയം പറഞ്ഞുകൊണ്ട് കിടന്ന ആള് ഉറ പോയി. ആ ഉറ പോയതിനാണ് ഷൗക്കത്തിനെ ക്രിട്ടിസൈസ് ചെയ്തത്. അല്ലാണ്ട് വേറെ അവന്റെ ഫൈറ്റിംഗ് സ്റ്റൈലോ വേറെ ഒന്നും കൊണ്ടല്ല. പിന്നെ ആ മൊണ്ണ ഡാഗി ഹീറ്റർ തന്നെ പറയുകയുണ്ടായി അങ്കലവ് ഞാൻ ക്രിട്ടിസൈസ് ചെയ്യില്ലെന്ന്. സ്ട്രൈക്കിങ്ങിൽ ജയിച്ചിട്ടാണ് അങ്കലവ് അലക്സ് പെരേരനെ പോയി റെസ്ലിംഗ് ചെയ്ത്. ഇവിടെ സ്ട്രൈക്കിങ് തോറ്റിട്ടാണ് ഷൗക്കത്ത് പോയി ചെയ്തത്. രണ്ടും വ്യത്യാസമുണ്ട്. ഈ 2 ക്രൂഷ്യൽ പോയിന്റ് മിസ് ചെയ്ത മൊണ്ണേനോട് ഞാൻ എന്ത് പറയാനാണ്. പിന്നെ പരപ്പാഴ് മര അത് കട്ട് ചെയ്തേക്ക് മറ്റേ ടീ എന്ന് പറഞ്ഞ് കട്ട് ചെയ്തേക്ക് എന്താണെന്ന് പറയാ ഇതിക്കുള്ള എന്ത് റിപ്ലൈ കൊടുക്കാനാണ്. പൊട്ടനാണ് ഇത് പറഞ്ഞിട്ട് മനസ്സിലാവല്ലേ. മാത്രമല്ല ഇത്ര നാളായിട്ട് ഇതേവരെ ഒരാൾ ഞാൻ പറഞ്ഞിട്ടില്ല 4-1 ഉമർ മെരാബ് ഫൈറ്റ് 4-1 എന്ന് പറഞ്ഞ നടക്കുന്ന ഒരു പൊട്ടനാട്ടവൻ. ഇതേപോലെ ഒരു ഹെയ്റ്റ് ബൂൺ ചെയ്യണ ഒരു പത്തറ്റിക് 4-1 എന്ന് മെരാബ് പോലും പറയണില്ല. അതിന്റെ ഇടക്കാണ് ഇപ്പോഴും ഉമർ 4-1 എന്ന് പറയും. ഞാൻ പറയട്ടെ ഗൈസ് അങ്കലവ് അലക്സ് പെരേരനൊക്കെ ചില ആൾക്കാർ ഹെയ്റ്റ് ചെയ്യാനായിട്ട് അതിങ്ങനെ ഞെട്ടിപ്പോവും. ഞാൻ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, പല രീതിയിൽ ഞാൻ ട്വീറ്റ് ഇട്ടിട്ടുണ്ട്. ഇവിടെ അങ്ങനെ അവര് പോലും പറയാത്ത രീതിയിലത്തെ ഹെയ്റ്റാണ് ഉമർ മെരാബ് ഫൈറ്റ് ചെയ്തെന്നും പറഞ്ഞു ഉമറിനെ പറഞ്ഞുകൊണ്ട് നടക്കണ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഓർമ്മ മെമ്പേഴ്സിനോട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഔട്ട് ഓഫ് ടച്ച് ആണ് മനസ്സിലായിട്ടുണ്ടാവൂല. എന്നാലും നിങ്ങൾ ഒന്ന് സഹിച്ചേക്കത്. അത് പറഞ്ഞു കഴിഞ്ഞ് എനിക്കൊരു സന്തോഷം കിട്ടി.